മഹദിയായിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ ആയിഷക്ക് ഖിദ്മത്തെടുത്തുകൊണ്ടിരുന്ന, സേവനം ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് ഉറ്റവരും ഉടയവരുമില്ല. മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടു പോയിരിക്കുന്നു. ആയിഷ ബീവിയുടെ ഒരു കരുണ മാത്രമാണ് ആ പെൺകുട്ടിയിൽ അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിഷ ബീവിയുടെ വീട്ടിലാണ് ആ പെൺകുട്ടി ജോലി ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ അല്ലാഹുവിൻ്റെ ഹബീബ് ത്വഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അള്ളാൻ്റെ റസൂൽ, ആമിനാൻ്റെ മുത്തുമോൻ, അബ്ദുല്ലാൻ്റെ കൺമണി, അലീമാൻ്റെ പോറ്റുമണി, അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് വന്ന് പറഞ്ഞു, ആയിഷ, നിനക്ക് ഖിദ്മത്ത് ചെയ്യുന്ന പെണ്ണുണ്ടല്ലോ, നിന്റെ വേലക്കാരിയായ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടാത്ത നരകത്തിൻ്റെ അവകാശികളിൽ പെട്ട പെണ്ണാണ്. അതുകൊണ്ട് ഉടനെ തന്നെ ആ ജോലിയിൽ നിന്നും, നിനക്ക് ഖിദ്മത്തെടുക്കുന്ന ജോലിയിൽ നിന്നും പിരിച്ചുവിടണം ആയിഷ. ആയിഷയാകെ വിയർത്തുപോയി. എന്തു ചെയ്യും? പെൺകുട്ടിയോട് എങ്ങനെ കാര്യം അവതരിപ്പിക്കും? അള്ളാൻ്റെ റസൂല് പറയുന്നത് കേട്ട് പെൺകുട്ടി ചോദിച്ചു, എന്താണ് അള്ളാൻ്റെ റസൂല് പറഞ്ഞത്? ആയിഷയതാ വിങ്ങുന്ന സ്വരത്തിൽ ആ പെൺകുട്ടിയോട് പറഞ്ഞു, നീ നരകത്തിൻ്റെ അവകാശികളിൽ പെട്ട പെണ്ണാണ്. അതുകൊണ്ട് ജോലിയിൽ നിന്നും പിരിച്ചുവിടാനാണ് അള്ളാൻ്റെ റസൂൽ ആജ്ഞാപിച്ചിരിക്കുന്നത്. അങ്ങനെയില്ല മനമില്ല മനസ്സോടെ ആയിഷയതാ ആ പെൺകുട്ടിയെ ജോലിയിൽ നിന്നൊഴിവാക്കുകയാണ്. കാരണം അള്ളാൻ്റെ റസൂലാണ് പറഞ്ഞിരിക്കുന്നത്, ഒരിക്കലും വീട്ടിൽ നിർത്താൻ നിവർത്തിയില്ല. പെൺകുട്ടിയതാ തേങ്ങലോടുകൂടെ പടിയിറങ്ങാൻ ഒരുങ്ങുകയാണ്. ആയിഷയുടെ മനം പിടപിടക്കുകയാണ്. പെൺകുട്ടി എന്തു ചെയ്യും? പെൺകുട്ടി ആരെങ്കിലും ഉറ്റവരും ഉടയവരുമുള്ള പെൺകുട്ടിയാണെങ്കിൽ പ്രശ്നമില്ല. ആ പെൺകുട്ടിക്കാരുമില്ല, മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടു പോയിരിക്കുന്നു. ഇനി ആയിഷയുടെ ഒരു സേവനത്തിൻ്റെ മാത്രം അവിടെ നിന്നുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടിയാണ്. ഏതായാലും അള്ളാൻ്റെ റസൂലിൻ്റെ വാക്ക് തട്ടാൻ നിർവാഹമില്ല. ആയിഷ പെൺകുട്ടിയോട് പറഞ്ഞു, പെണ്ണേ, അള്ളാൻ്റെ റസൂലിൻ്റെ വാക്ക് എനിക്ക് തിരസ്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ നിന്നെ ഈ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നു. എനിക്ക് ഖിദ്മത്തെടുക്കുന്ന ജോലിയിൽ നിന്നും നിന്നെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു. അങ്ങനെ ആയിഷാൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്നും കണ്ണീർ കണങ്ങൾ അതാ ഒഴുകുകയാണ്. അങ്ങനെ അള്ളാൻ്റെ റസൂലിൻ്റെ കൽപ്പനയല്ലേ, തട്ടാൻ യാതൊരു നിർവാഹവുമില്ലാത്ത ആയിഷയതാ ആ പെൺകുട്ടിയെ പടികളിറക്കി യാത്രയാക്കുകയാണ്. അങ്ങനെ പടികളിറങ്ങുമ്പോൾ ആയിഷയുടെ ഹൃദയം പൊട്ടിപ്പോയി. പെൺകുട്ടിക്കാരുമില്ല. അങ്ങനെ മഹദിയായിരിക്കുന്ന ആയിഷ ബീവി തൻ്റെ ആ അടുക്കളയിലുണ്ടായിരുന്ന ചെറിയൊരു പാത്രത്തിൽ നിന്നും കുറച്ച് കാരക്കയുടെ ചുള ആ പെൺകുട്ടിക്ക് കയ്യിൽ സമ്മാനമായി നൽകുകയാണ്. നീ പോകുമ്പോൾ നിനക്ക് ഭക്ഷണത്തിന് വല്ല വകുപ്പുമായിക്കോട്ടെ, നിനക്ക് ക്ഷീണം വല്ലതും വന്നാൽ കഴിക്കാനിതാ കുറച്ചൊരു പിടിച്ചുള കാരക്ക എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ആ കാരക്കച്ചുളയുമായി പെൺകുട്ടി നടന്നു നീങ്ങുകയാണ്. എവിടേക്കെന്നില്ലാത്ത അലക്ഷ്യമായ യാത്രയാണ്. ലക്ഷ്യമില്ലല്ലോ, കൂട്ടുകുടുംബങ്ങളില്ല, ആരുമില്ല. അലക്ഷ്യമായ യാത്ര പെൺകുട്ടി തുടർന്നു. അങ്ങനെ അതാ കുറേ മണിക്കൂറുകളോളം നടന്ന് വിശ്രമിക്കാൻ വേണ്ടി ഒരു മരച്ചുവട്ടിൽ ഇരിക്കുകയാണ് പെൺകുട്ടി. മാത്രമല്ല ക്ഷീണം കൊണ്ട് അദ്ദേഹം ആ പെൺകുട്ടിയാകെ വിഷമിച്ചു പോയി. ആ സമയം ആയിഷ നൽകിയ ആ കാരക്ക എടുത്തുകൊണ്ട് മടിയിൽ നിന്നും എടുത്തുകൊണ്ട് അത് ഭക്ഷിച്ചുകൊണ്ട് മരച്ചുവട്ടിലിരിക്കുന്ന പെൺകുട്ടി അവസാന ചുളയും ഭക്ഷിക്കാൻ വേണ്ടി പോകുകയാണ്. അങ്ങനെ അവസാന കാരക്കച്ചുളയുടെ 2 പിളർപ്പ് 2 പൊളിയാക്കി ഒരു പൊളി വായിലിട്ടു, മറ്റേ പൊളി കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതുവഴി ഒരു ഫക്കീർ വന്നു. ഫക്കീർ വന്നുകൊണ്ട് ചോദിച്ചു, എനിക്ക് വല്ലതും തരണം. പെൺകുട്ടി പറഞ്ഞു, കുറച്ച് മുമ്പ് വരികയാണെങ്കിൽ എൻ്റെ അടുക്കൽ കുറേ കാരക്കയുടെ ചുള ഉണ്ടായിരുന്നു. ഇനി എൻ്റെ അടുക്കൽ ബാക്കിയുള്ളത് ഈ കാരക്കയുടെ ഒരു ചീന്ത് മാത്രമാണ്. ആ ഫക്കീറായ മനുഷ്യൻ പറഞ്ഞു, അത് മതി, അത് തന്നെ എനിക്ക് ധാരാളമാണ്. പെൺകുട്ടി അത് ഫക്കീറിന് നീട്ടിയെന്ന് മാത്രമല്ല, ഫക്കീർ അത് ഭക്ഷിച്ചു. അൽഹംദുലില്ലാഹ്.
ഉടനെ തന്നെ മഹദിയായിരിക്കുന്ന ഐഷ ബീവിയുടെ അടുക്കൽ അള്ളാൻ്റെ റസൂല് വന്ന് പറഞ്ഞു, പെണ്ണേ ആയിഷ, നിനക്ക് ഖിദ്മത്തെടുത്തിരുന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് നരകത്തിൻ്റെ അവകാശികളിൽ നിന്നും സ്വർഗത്തിൻ്റെ അവകാശികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടു പോയിരിക്കുന്നു. ആ പെണ്ണൊരു സദഖ ചെയ്തതിൻ്റെ കാരണമായി ആ പെണ്ണ് നരകാവകാശികളുടെ പട്ടികയിൽ നിന്നും സ്വർഗത്തിൻ്റെ അവകാശികളുടെ പട്ടികയിൽ പെട്ടുപോയിരിക്കുന്നു ആയിഷ. അതുകൊണ്ട് ആ പെൺകുട്ടിയെ തിരിച്ചു വിളിക്കൂ ആയിഷ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ആയിഷയോട് പറയുകയാണ്. ആയിഷക്ക് സന്തോഷമായി. അങ്ങനെ ആ പെൺകുട്ടിയെ തിരിച്ചു വിളിച്ചു. തൻ്റെ ഖിദ്മത്തിന് വേണ്ടി വീണ്ടും ജോലിക്കാരിയായി വെക്കുകയാണ്. അതാണ് സ്വദഖ എന്ന് പറയുന്ന സാധനം. ഒരു കാരക്കയുടെ ചീള് കൊണ്ടാണ് നരകത്തിൻ്റെ അവകാശിയായ പെണ്ണ് സ്വർഗത്തിൻ്റെ അവകാശികളുടെ കൂട്ടത്തിൽപ്പെട്ടത്. വിവരം നസലൽ അമീൻ മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാം അള്ളാൻ്റെ റസൂലിനോട് വന്ന് പറയുകയും അള്ളാൻ്റെ റസൂൽ ആയിഷയോട് പറഞ്ഞു, ആയിഷ, ആ പെൺകുട്ടിയെ ഉടനെ തന്നെ തിരിച്ചു വിളിക്കൂ ആയിഷ. അതാണ് കാരക്കയുടെ ചീള് കൊണ്ടാണ്. അതാണ് സ്വതക്കയുടെ മഹത്വം. മക്കളെ, നാം മനസ്സിലാക്കേണ്ടത് സ്വതക്ക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മുസീബത്തുകളെ തട്ടിമാറ്റുന്ന ഒന്നാണ്.